നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസമായി നല്ലൊരു യാത്രാ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു യാത്രാ വീഡിയോ ആണ്. അപ്പോൾ യാത്ര എങ്ങോട്ടെന്നല്ലേ, നിലമ്പൂരിലേക്കാണ് യാത്ര. അപ്പോൾ എന്നോടൊപ്പം കുറച്ച് പേരുണ്ട്. സംഭവം എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലാട്ടോ. മുകളിൽ നമ്മുടെ സോളറായിരിക്കും. ഞാൻ തുടയ്ക്കാൻ വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുത്തില്ല. ഇപ്പം ഉണക്കുകാലമല്ലേ, പൊടി ശരിക്കടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് പൊടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ അത്രയും കുറയും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. ഞാൻ ആ തുണിയെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇരിക്കുക. ഞാൻ ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ബില്ലെന്ന് വെച്ചാൽ ഒരു 4500, 3500, ചൂട് സമയത്തൊക്കെ ഒരു 6000, 7000 വന്നിട്ടുണ്ട്. 8000 രൂപ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വരുന്നത് 185 രൂപ, 200 രൂപ, 215 രൂപ, അങ്ങനെ ആ റേഞ്ചിലാണ്. ഇന്നലെ ഉണ്ടായിരുന്നു ബില്ല് 215 രൂപയായിരുന്നു അടച്ചത്. അപ്പോൾ ഇത് 3 kV സോളറാണ്. അപ്പോൾ GNG അസോസിയേറ്റ്സ് എൻ്റെ അളിയൻ നടത്തുന്ന സ്ഥാപനമാണ്. നല്ല വർക്കാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, എല്ലാം നല്ല പ്രൊഡക്ഷൻ. അതുപോലെ നമുക്ക് കണ്ട ഇത് പിന്നെ ഇടിമിന്നൽ രക്ഷാചാലകം. ഒരു 10,000-3000 രൂപ കൂടുതലൊക്കെ ബില്ല് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സോളാർ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വെക്കുക. 78,000 രൂപ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കിട്ടും. എനിക്കിത് വെച്ചപ്പോൾ സത്യം പറയാൻ പൈസ ഒന്നും ആയില്ല. നമ്മൾ പിന്നെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ സ്ഥാപിക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ട്രെയിനകത്താണ് പോകുന്നത്. അപ്പോൾ രാവിലെ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ട് പോകാനായിട്ട് നിൽക്കുക. അവരെല്ലാം ഇപ്പോൾ സമയം 9:30 നമുക്ക് 10:50 ട്രെയിൻ നേത്രാവതിക്കാണ് പോകുന്നത്. നേത്രാവതിക്ക് പോയിട്ട് നമ്മൾ ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന്, അപ്പോൾ ഷൊർണൂരിൽ നിന്ന് നമുക്ക് വേറെ നിലമ്പൂരിലേക്ക് ട്രെയിനുണ്ട്. അപ്പോൾ ഈ യാത്ര എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വല്യച്ഛൻ്റെ മകൾ ജയചേച്ചിയുടെ 2ാമത്തെ മകൻ്റെ വിവാഹ നിശ്ചയമാണ്. ജയചേച്ചിക്കും പത്മകുമാരനും 2 മക്കളാണ്. അപ്പോൾ മൂത്താളിൻ്റെ വിവാഹ നിശ്ചയം ഇപ്പോൾ കഴിഞ്ഞ ഒരു ഡിസംബർ 15-ാം തീയതി കഴിഞ്ഞായിരുന്നു. അത് ഏപ്രിലാണ് വിവാഹം. അപ്പോൾ 2 പേരും, പത്മകുമാരനും ജയചേച്ചിയും അധ്യാപകരായിരുന്നു, നിലമ്പൂരായിരുന്നു. അവർക്ക് 2 പേരും അവിടുന്ന് പെൻഷനായി ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കാണാം ജയചേച്ചിയുടെ വീട്. അതെ കണ്ടോ, അതാണ് ജയചേച്ചിയുടെയും പത്മകുമാരൻ്റെ വീട്, അതാണ് കേട്ടോ. അപ്പോൾ നിർമ്മലിൻ്റെ വിവാഹ നിശ്ചയത്തിനാണ് പോകുന്നത്. ഞങ്ങൾ 10-20 പേരുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് ട്രെയിനകത്ത്. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എൻഗേജ്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് യാത്ര പോകുന്നതും അവിടെ ചെന്ന് എൻഗേജ്മെൻറ്റ് ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തുള്ള വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന്, അതായത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കളെല്ലാം അവിടെ കഴിഞ്ഞ ഞായറാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ സദ്യയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് രാത്രിയിലെ ട്രെയിനാണ് തിരിച്ചു പോയത്. രാവിലെ വന്നിട്ട്, രാവിലെ 12:30 ട്രെയിന് വന്നിട്ട് രാത്രിയിലാണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ ആ ചടങ്ങുകളൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ റെഡിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിലമ്പൂരിൽ നിന്നുള്ള അതിഥികളെല്ലാം ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ എത്തിച്ചേർന്നു. എല്ലാവരും അകത്ത് പരസ്പരം പരിചയപ്പെടുന്ന ചടങ്ങിലൊക്കെ ഇരിക്കുകയാണ്. നിർമ്മൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഗോപികയുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോകുൽ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും മാമനും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ സദ്യയാണ്. അതിനുശേഷം ഇവർക്ക് രാത്രിയിലാണ് ഇവർ തിരിച്ചു പോകുന്നത് ട്രെയിനിൽ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കിവിടെ ഏറ്റവും അടുത്ത കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത ഞായറാഴ്ച നമുക്ക് പോകണ്ടേ? എന്താ
ഹായ്. അപ്പൊ യൂട്യൂബില് കേട്ടാ വന്നിരിക്കും. ചെറുക്കൻ എവിടുന്നാ കല്യാണം കഴിക്കുന്നത്? നിലമ്പൂർ. അപ്പോൾ നമുക്ക് നിലമ്പൂരെ കാഴ്ച കാണാം. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വന്ന വീഡിയോ ഉണ്ടല്ലോ, അന്ന് പകൽ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം എന്താ എപ്പോഴേ എത്തി എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, നോക്കട്ടെ, കണ്ടുപിടിക്കാം. ഹലോ, ഹായ്, നമസ്കാരമുണ്ട് ചേട്ടാ. അതുണ്ട്, എന്നെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ഞാനേ വണ്ടിയല്ലായിരുന്നു. ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം നമ്മുടെ ഐറ്റം അല്ലേ? ചോറ്, വെള്ളം, ഓക്കെ. സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? ആ, ഓക്കെ. ഓക്കെ, ഹായ്, ഹലോ. ഓലെ ഇതുണ്ട്, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ ട്രെയിൻ വന്നാൽ മതി. ഓക്കെ, ഇതുണ്ട് എടുത്തോണേ. പിന്നെ നമുക്ക് നിലമ്പൂർ കാടുകളിലൊക്കെ ഒന്ന് പോണ്ടേ? ആ, ഷൊർണൂറുണ്ട്. അവിടെ പിന്നെ ഒന്നും ചെയ്യാമല്ലോ, നമുക്ക് ജസ്റ്റ് പുറത്തറേ വില ഫുഡൊക്കെ കഴിച്ചിട്ട് കയറാമെന്നല്ലാതെ. ഇതുണ്ട്. ഹലോ, എന്ത് സിന്ധുവിനെ ഞങ്ങൾ തപ്പിക്കുഴഞ്ഞു. കുഞ്ഞമ്മയെ വിളിച്ച്, വനിയെ വിളിച്ചു. എപ്പോഴാ? സിന്ധുവിനെ വിളിച്ചു. എപ്പോഴോ? ആണോ? ഞാൻ പിന്നെ വണ്ടിയിലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ. ഒരു കാര്യം ചോദിക്കട്ടെ, പോകുന്ന വഴിക്ക് ചേച്ചി പഠിപ്പിച്ച സ്കൂളൊക്കെ കാണാൻ പറ്റുമോ? പോകുന്ന വഴിക്കല്ല, പിന്നെ നമ്മൾ വേണേൽ അങ്ങോട്ട് പോകണം. സ്കൂള് സ്കൂളും താമസിച്ച വീടൊക്കെ, താമസിച്ച വീട് കണ്ടിട്ടില്ലല്ലേ? ആണല്ലേ? ഗൂഗിള് എത്ര പേരാ നമ്മൾ മൊത്തം? നമ്മൾ 18 പേര്. ഇവിടെ 15 പേരല്ലേ ഉള്ളൂ. നീ ഇവിടെ കായംകുളം? ഇവിടുന്ന് 14 പേര്, ബാക്കി 4 പേര് കായംകുളം. ഓക്കെ, റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. ശാസ്താംകോട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറും. അപ്പോൾ നമുക്ക് 18 പേർക്കുള്ള ഫുഡും വെള്ളവും എല്ലാം റെഡിയാണ്. ഞാൻ ചോദിച്ചതേ, ഞാനത് സ്പെഷ്യൽ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചത്. ചിക്കൻ ചിക്കൻ്റെ കാലുണ്ട്, മട്ടൻ കുറുമയുണ്ട്. മതി, ഏതെങ്കിലും ഒരു ഐറ്റം മതി. ഇത് ബീട്ടോ? നാളെ രാത്രി രാജ്യറാണി. പക്ഷെ ഇങ്ങോട്ടൊരു സ്റ്റോപ്പ് കായംകുളത്ത് നിർത്തുള്ളത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ കായംകുളത്തെത്തി. അപ്പോൾ കായംകുളത്ത് 4 പേരുടെ കയറാനുണ്ട് കേട്ടോ. ഒരു 2 പേര് സ്ലീപ്പറാണ്. അപ്പോൾ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ? ഓക്കെ, കായംകുളത്ത് കയറി 2 പേര് താപ്പിട്ട് ഇപ്പോൾ 2 പേരല്ലേ? അല്ലല്ലോ, ഇച്ചാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പേര് കയറി. ആരൊക്കെയാണ് കയറിയ 2 പേര് ഇവിടെ? എന്തേ? ആ, നമസ്കാരം. എന്തുണ്ട്? എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇരിക്കുക. ട്രെയിനകത്ത് കയറി കഴിഞ്ഞാലേ വിശപ്പ് കൂടുതലാണ്. ഈ ചോറ് മാത്രമേ ഉള്ളൂ. അല്ല, സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ലേ?
ഇച്ചിരി സ്നാക്സ് ഒക്കെ വാങ്ങുന്ന വരണ്ടായിരുന്നു. ഇപ്പം എപ്പോഴേ തീർന്നതന്നെ അത്. ഇത് ലോവർ കുട്ടനാണോ? നെല്ലിക്ക് ഇത്രയും പരുവാകുമ്പോഴായിട്ട് ബ്യൂട്ടിയായിട്ട് ചെറിയ കാറ്റിലടിക്കുന്നത് എത്ര സ്ഥലമായാലും ഒരു മഴ പെയ്താൽ അല്ല എത്ര വെള്ളം മഴ പെയ്താൽ ഇതൊക്കെ ഇവിടെ ഇപ്പുറത്തെ തകഴി കഴിയുമ്പോൾ അപ്പുറത്തെ തകഴിയുടെ വീട് ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഏപ്രിൽ മകരക്കൊയ്ത്തിനാണ് പലതരം കൃഷി. ഇപ്പുറത്തൊക്കെ വിളഞ്ഞു കിടക്കുക. ഇവിടെ ഇവിടുത്തെ വരെ നമ്മളിവിടെ ചെയ്യും. മറ്റേ മിഷൻ മറ്റേ ടാങ്ക് പോലില്ലേ മിഷനില്ലേ കച്ചി വേറെ വേറൊരു പോയി കച്ചി കെട്ടാൻ കച്ചി പിന്നെ ചരട് കയറ്റി വിട്ടിട്ട് ചരട് നമ്മുടെ ചണച്ചരട് പോലുള്ള കട്ടിയുള്ള ചരട് മെഷീനിൽ വൈൻഡ് ചെയ്തിട്ട് വേറെ മെഷീനുണ്ട്. ഇത് ഈ അരിഞ്ഞു വീഴുന്ന കച്ചി ഇതിന്റെ പുറകെ പോയി ഇതൊക്കെ കെട്ടും. റോളാക്കിലെ ചെണ്ട പോലെ കെട്ടിയിട്ട് ഞങ്ങൾ ഒരു ഒരെണ്ണം കെട്ടുന്നതിന് 50 രൂപ 55 രൂപയൊക്കെയാണ്. നാളത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ആലപ്പുഴയാണ് കേട്ടോ. അതിനകത്തും സ്കൂളിൽ അങ്ങനെ പഠിക്കുന്ന നമ്മുടെ ലഞ്ച് സമയമായതാ. ചാപ്പാടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഊണ് എവിടെ നിന്നായിരുന്നു? സന്തോഷിരുന്നോ? ആണോ? സന്തോഷിന്റെ ആണോ? അതെ. വിശപ്പായോ? മറ്റുള്ളവരെ കഴിക്കുന്നുണ്ടോണ്ടിരിക്കാൻ. ചോറ് കൂടുതലാണോ? കഴി എല്ലാം വരും. എനിക്കുണ്ട് എനിക്ക് കിട്ടി. എന്തായി? കൊള്ളാമല്ലോ. സംഭവം കാര്യമായിട്ടാ നല്ലത്. കറികൾ ഉണ്ടോ? വേറെ അഡീഷണൽ തൈരുണ്ട്. അപ്പോൾ ഈ വാഴയിലയിൽ പൊതിഞ്ഞ ഈ ഊണ് നമുക്ക് തന്നത് സന്തോഷാണ്. ലാലാകൃഷ്ണൻ പടിഞ്ഞാറ് വശ ഹോട്ടലിൽ നടന്ന സന്തോഷിൻ്റെ സെറ്റപ്പാണിതെല്ലാം. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെ ദൃശ്യങ്ങളായി കാണുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ ലോട്ടറി എടുത്തു കേട്ടോ. ഓക്കെ, അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ശരി, കാണാം. വീഡിയോയിൽ എടുത്തിരിക്കുന്നു. ഗൂഗിളിൻ്റെ സ്റ്റേഷനുണ്ട്. എന്താ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ഉണ്ടോ? അതുകൊണ്ട് ഗൂഗിളിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. പക്ഷേ ഇത് നിലമ്പൂര് അല്ല ഗൂഗിള്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെ കൂടെ വരണ്ടായിരുന്നു. അവർക്ക് വഴി കാണിക്കില്ലേ? എവിടെ എത്തിയ? നിലമ്പൂർ എത്തിയ? ആണോ? അത് ശരി. വാ 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 വാ. ഷൊർണൂരെത്തി. പിന്നെ ഗോകുലിന്റെ കല്യാണം എന്നാ? ഏപ്രിൽ 14. അപ്പൊ ഇതാ അല്ല അങ്ങനെ കല്യാണം നടത്തിയത് ഞങ്ങൾ കല്യാണത്തിന് ആളെ ആരെങ്കിലും കാണും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വല്യമ്മയ്ക്കാണ്. പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ, നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വല്യമ്മയെ വളരെ കെയർ ചെയ്ത് ഇറക്കുകയാണ്. എല്ലാവരും ഗോകുലെ ഇറങ്ങി. എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ഇനി നമുക്ക് 6 മണിക്കുള്ള ട്രെയിൻ നിലമ്പൂരിലേക്ക്. അപ്പോൾ നമ്മൾ വന്ന നേത്രാവതി കിടക്കുന്നു. കൂടെ വന്നവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങുകയാണ്. അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഒക്കെ മനോഹരമായിട്ടുണ്ട്. തറയൊക്കെ നല്ല പോട് പാകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തീരുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലായിരിക്കും അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിയിട്ടുണ്ട്. പെട്ടെന്നൊരു പൊടി എല്ലാവരും ട്രെയിൻ പോയി. ആ ട്രെയിനാണ് രണ്ട് സൈഡിലും പാളത്തിൻ്റെ രണ്ട് സൈഡിലും പാറക്കല്ലിട്ടത്. അതിന് പൊടി അടിച്ചില്ലാത്തത് അങ്ങനെ 7:50 നമ്മൾ നിലമ്പൂർ റോഡിലെത്തി കേട്ടോ. ഈ സ്റ്റേഷൻ ഭരിക്കുന്ന യവന്മാരാണോ? എത്ര എണ്ണമാണ് കിടക്കുന്നത്? ഇതുവരെ തിരക്കിയ ആള് താരം ഇപ്പഴാണ്. ഇന്നലെ ഞാൻ പോരുന്നില്ലേ? ഇന്നലെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾക്കെല്ലാം സെറ്റല്ലേ? അടിപൊളി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ തിരക്കുണ്ടോ? ഭയങ്കര തിരക്ക്. ഇവിടെ പണി കാണുന്നുണ്ട്. ഭയങ്കര ഈ പിള്ളേരെല്ലാം ബേസ്ബോൾ മത്സരം കഴിഞ്ഞിട്ട് വരിക അങ്ങാടിപ്പുറത്ത്. അപ്പോൾ അതേ നമുക്ക് 2 ഇന്നോവയും ഒരു കാറുണ്ട്. മറ്റേ അതെ സ്വിഫ്റ്റാ. ഒരു സ്വിഫ്റ്റും 2 ഇന്നോവയ്ക്കകത്താണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നിലമ്പൂർ ടൗണിൽ തന്നെയുള്ള പാർക്ക് റെസിഡൻസി ഹോട്ടലാണ് നമുക്ക് താമസം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വന്നവരെല്ലാം ലോഞ്ചിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ ഫാദർ ലോയും മദർ ലോയും പിന്നെ പ്രസ്തുത വധുവൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം മുകളിലുണ്ട്. ഇപ്പോൾ വരും. എപ്പോൾ എത്തിയത്? ഉച്ചയ്ക്ക് 2 മണിക്ക് വിടുന്നുണ്ട്. ആണോ? ഗൂഡല്ലൂർ. ആ ശരി. കറങ്ങാൻ പോയില്ലേ? ഗൂഡല്ലൂരൊക്കെ പോയോ? ശരി. ഓക്കെ സാറേ, നമസ്കാരം. ഹലോ, അറിയോ? അപ്പോൾ നമുക്കെന്നോട് ചാവി തന്നു. ഓക്കെ, നമ്മൾ 2 റൂം ഷെയർ ചെയ്തു. ഓക്കെ, താങ്ക് യു. അപ്പം ഞങ്ങൾക്ക് റൂം 4th ഫ്ലോറിൽ 4000. ഓക്കെ, തുറന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. 2 ബെഡും നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. നല്ല അടിപൊളി ബാത്റൂമാണ്. അപ്പോൾ എല്ലാവരും പതുക്കെ റൂമിൽ കൊണ്ടുവന്ന് ലഗേജ് എല്ലാം വെച്ചൊന്ന് ഫ്രഷായി പെട്ടെന്ന് തിരിച്ചു വന്നു. കാരണം നമുക്ക് 10 മണിവരെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് പിന്നെ കഴിക്കണം, പിന്നെ പുറത്ത് പോയി. അപ്പോൾ ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് തന്നെ കഴിക്കാം. ഏറ്റവും അവസാനം വന്ന ഞാനാട്ടോ. ഏറ്റവും അവസാനം വന്ന് ഓർഡർ ചെയ്ത് ഞാൻ ഫുഡ് ഫിനിഷ് ചെയ്തു. അവിടെ ആദ്യം വന്നവരുടെ അപ്പുറത്തിരിക്കുക. ഇവിടെ നീ കിട്ടാനില്ലേ? ഇവിടെ നീ കിട്ടാനില്ല. എനിക്ക് മതിയായി. ഓർഡർ ചെയ്ത സാധനം ഞാൻ കഴിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അല്ല, അവരെനിക്ക് ഷെയർ ചെയ്തത്. അല്ല, ഞാൻ അടിച്ചു മാറ്റിയല്ല. അവരെനിക്ക് കിട്ടാതിരിക്കുകയാണ്. ഫിനിഷ് ചെയ്തല്ല, കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. വിഷമിച്ചതല്ല,
ബ്രിട്ടീഷുകാരെ പോലെ ആയിപ്പോയി. ഒരു അല്പം ഇരുന്നോട്ടെ എന്നൊരു ഒന്ന് ചോദിച്ചു പോയി. ഇങ്ങനെ ആവുമെന്ന് അറിയില്ല. അതെ, ഞങ്ങൾ കുറേ നേരം ഓർഡർ ചെയ്തിട്ട് അവസാനം അവിടെ കിട്ടുന്നില്ല. എല്ലാം ചേട്ടൻ വാങ്ങിച്ചത് കഴിക്കാതെ. ശരിയാന്ന് എന്താ ഓർഡർ ചെയ്ത്? പച്ചക്കറി. ഞങ്ങൾക്ക് അവിടെ ഫുഡ് കിട്ടിയില്ല. ഇല്ല. കിട്ടിയോ? ഇവിടെ എല്ലാം കിട്ടിയോ? ഓർഡർ ചെയ്തെല്ലാം കിട്ടിയോ? ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ഞങ്ങളിവിടെ ഹോട്ടലിൽ ഞങ്ങൾ രാവിലെ റെഡിയായി പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങളുണ്ട് റൂം ഷെയർ ചെയ്ത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നൈറ്റ്? അല്ല, ഞാൻ വിചാരിച്ച് പിന്നെ എനിക്ക് കൂർക്കമ്പലി ഇല്ല, അനി ഭയങ്കര കൂർക്കമ്പലിയായിരുന്നു. ഞാൻ രാവിലെ ഉപദേശമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോശമല്ല വിളിക്കാൻ. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി. ബാക്കി എല്ലാവരും റൂമിലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകണം. തിരിച്ച് കുറേ സമയമുണ്ട്. അതിന് ശേഷം ഓക്കെ, രാത്രി 9 വരെ സമയമുണ്ട്. അപ്പോൾ ജസ്റ്റ് നിലമ്പൂരിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താഴോട്ട് പോവാം. ശരി, ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്നലെ ഇരുട്ടത്ത് കാണിച്ചപ്പോൾ ഹോട്ടൽ നല്ല വൃത്തിയായിട്ട് കണ്ടു കാണത്തില്ല. അപ്പോൾ ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. 2 സ്റ്റുഡൻറ്റ് പോലീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും രാവിലെ കാണുന്ന കാഴ്ചകൾ മൊത്തം ബംഗാളികളാണ് കേട്ടോ. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ മൊത്തം. രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു ഫിഷ് മീറ്റ് മാർക്കറ്റാണ്. അപ്പോൾ രാവിലെ ഓരോരുത്തർ മീറ്റും ഫിഷും ഒക്കെ വാങ്ങിക്കാൻ വരുന്ന തിരക്കാണ് ഇവിടെ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കിവിടെ ബൊഫയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി, ബ്രെഡ്, അതുപോലെ പൂരി, ആപ്പിൾ ജ്യൂസ്, മുട്ട, ആപ്പിൾ ജ്യൂസ്, ചായ, കാപ്പി എല്ലാം ഉണ്ട്. ഒരുപാട് ദൂരമാണ് ഇവിടെ അങ്ങോട്ട്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ അമ്പലത്തിൽ മാരിയമ്മൻ കോവിൽ അവിടേക്ക് വന്നതാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തൊട്ട് പുറകിലായിട്ടുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തായിട്ടാണ് ഈ അമ്പലം. അപ്പോൾ അതേ റൂമിൽ തിരിച്ചെത്തി. വീണ്ടും നമ്മൾ ഫംഗ്ഷൻ പോകാനായിട്ട് തയ്യാറായി. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. അങ്ങോട്ട് പോയ ആൾക്കാരല്ലോ ഇത്. തിരിച്ചറിയുന്നേ ഇല്ലല്ലോ. അപ്പോൾ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് നമ്മൾ ഈ ട്രാവലറിനകത്താണ് പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും തേക്ക് മ്യൂസിയം. പ്രശസ്തമായ തേക്ക് മ്യൂസിയം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. ഇതാണ്. ഒടുവിൽ ഞങ്ങളങ്ങനെ ഫംഗ്ഷൻ ഹാളിലെത്തി. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാള്. ഹായ്, എങ്ങനെയുണ്ട് നമ്മുടെ നിലമ്പൂരെല്ലാം? അടിപൊളി. അതിരി അടുത്ത പ്രാവശ്യം. നമസ്കാരം. ഹലോ. പിന്നെ ഇപ്പുറത്തെ അച്ഛനോട്ടായി
ഇങ്ങോട്ട് നോക്കിയേ ഗോകുലേ. ഇനി നമുക്ക് വിവാഹ നിശ്ചയത്തിനുള്ള നടപടികൾ ആരംഭിക്കാം. അതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് അന്വേഷിക്കാം. സമ്മതമാണോ സമ്മതമാണോ സമ്മതമാണോ? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു എൻഗേജ്മെൻറ്റ് ചടങ്ങ് പോലെ ആയിരുന്നില്ല ഇവിടുത്തെ ചടങ്ങ്. ഇവിടുത്തെ വേറെ അറിയാമല്ലോ, നമുക്ക് ഓരോ നാട്ടിലും ഓരോ രീതികളാണ്. അപ്പോൾ ഇവിടെയും അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. 2025 ആഗസ്റ്റ് 31 ഡേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. മുഹൂർത്തം 10:30. അപ്പോൾ നമ്മുടെ ഈ വിവാഹത്തിന് ഡേറ്റ് എടുത്തിരിക്കുന്നത് 2025 ഓഗസ്റ്റ് 31. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരു ഓഡിറ്റോറിയം, ഒരു വലിയ ഓഡിറ്റോറിയമാണ്, അവിടെ വെച്ചാണ് കല്യാണം. അപ്പോൾ ഇനി എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുന്ന ചടങ്ങാണ് കേട്ടോ. ഇത് ഗൂഗിൾ നല്ലൊരു ചേട്ടനാണ്. ഇത് നമിത നിർമ്മലിന്റെ നിയുക്ത വധുവാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഇതാണ് ജയ. പിന്നെ ബാക്കി ശരീരം പരിചയപ്പെട്ടു. നമുക്കിവിടെ പിന്നെ ഈ ഗ്രഹനില കൈമാറുന്ന പരിപാടിയൊന്നുമില്ല, അതുപോലെ പിന്നെ മോതിരം കൈമാറ്റം ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഈ പരിചയപ്പെടുത്തലും ഈ കൂടുതൽ പരിപാടി പറഞ്ഞില്ലേ? ആ ആ ഓ അത് ശരി. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. കല്യാണം എന്നായിരുന്നു ഡേറ്റ് പറഞ്ഞത്? ഓഗസ്റ്റ് 30 ഞായറാഴ്ച. ഓഗസ്റ്റ് 30 ഞായറാഴ്ച. ആ മൈസൂർ 150 കിലോമീറ്റർ. മൈസൂർ വേണേ പക്ഷേ വേറെ കാര്യമുണ്ട്, ടാക്സ്, കർണാടക ടാക്സ് ഭയങ്കര കൂടുതലാണ് വണ്ടി കൊണ്ടുപോകാൻ. പിന്നെ അതിന് കാശ് ഒരുപാട് റോഡല്ലേ? റോഡല്ലേ? ഇല്ല, ടാക്സ് ഉണ്ടല്ലോ വണ്ടിക്ക്, ടാക്സ് പ്രൈവറ്റ് അല്ല, പ്രൈവറ്റ് കാറിനല്ല, ബസ്സിനാകുമ്പം ഇതല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാളിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഉദയൻ ചേട്ടൻ. ഉദയൻ ചേട്ടൻ കോഴിക്കോടാണ്. അനിയണ്ണൻ്റെ കുഞ്ഞമ്മയുടെ മകളുടെ ഭർത്താവാണ്.
അപ്പോൾ അവർ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അവരോട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഉദയൻ ചേട്ടൻ്റെ വൈഫ് ജീജ, പിന്നെ ഇത് ബ്രദർ. അപ്പോൾ ഇവരെല്ലാം നേരെ കാറിനകത്ത് കോഴിക്കോട് നിന്ന് വന്നതാണ്. അതെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ എന്താ ചെറുക്കനും പെണ്ണൊക്കെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക. അവരോട് വരട്ടെ, വന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകുന്നത് നിലമ്പൂർ തേക്കുകൾ കാണാം അല്ലേ? അത് നമുക്ക് പിന്നെ വൈകിട്ടില്ല കാണാം. അപ്പോൾ ഗോകുലിൻ്റെ പ്രസ്തുത വധുവും അച്ഛനും അമ്മയും മാമനും ബ്രദറും എല്ലാവരും അവർ പോകും. ഒരു കാരണത്താണ് വന്നത്. കൊട്ടാരക്കര അവരുടെ വീട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പോകാൻ തയ്യാറായി. ഇനിയിപ്പം ഞങ്ങൾ നേരെ പോകുന്നത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ തേക്ക് തോട്ടവും അതുപോലെ തേക്കിൻ്റെ മ്യൂസിയവും കാണാൻ പോവുക. ഓക്കെ. അപ്പോൾ ഇന്നലെ മുതലുള്ള വീഡിയോസും ഇന്നത്തെ വീഡിയോസും എല്ലാം ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.